ഫാറ്റി ലിവർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫാറ്റി ലിവർ സാധാരണ രീതിയിൽ വളരെ വണ്ണമുള്ളവരിലാണ് കാണുന്നതെന്നൊരു പറച്ചിലുണ്ട്. പക്ഷേ അങ്ങനെയല്ല, മെലിഞ്ഞവരിലും ഫാറ്റി ലിവർ വരാറുണ്ട്. അത് കൊഴുപ്പ് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പം അടിഞ്ഞു കൂടിയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം അതുവഴി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ഡാമേജ് ഉണ്ടാവും. ചിലപ്പോൾ സിറോസിസ് ഉണ്ടാകാം, ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകാം, ചിലപ്പോൾ ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ തന്നെ ചിലപ്പം വീക്കം സംഭവിച്ചെന്നിരിക്കും. 3 തരമാണ്. അപ്പം ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ ഒരു 33% താഴെയാണ് ഫാറ്റ് അക്യുമുലേഷൻ എന്നെങ്കിൽ അത് ഗ്രേഡ് 1 ആണ്. ഗ്രേഡ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് അത് 33% കൂടുതൽ ഒരു 66% വരെ. 66% മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രേഡ് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സിംറ്റംസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഉണ്ട്, ന്യൂട്രീഷണൽ ഫാറ്റി ലിവറും ഉണ്ട്. ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം, ആൽക്കഹോൾ കഴിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒബീസിറ്റിയാണ്, ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നു. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് സംഭവിക്കുന്നതാണ്. ഇവിടെ സിംറ്റംസ് വയറ് വീർത്ത് വരും, ചിലപ്പോൾ ജോണ്ടിസ് ഉണ്ടായെന്നിരിക്കാം, അതല്ലെങ്കിൽ വലതുവശത്ത് പ്രത്യേകിച്ച് ലിവറിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ വേദന ഉണ്ടായെന്നിരിക്കും. മെഡിസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒബീസിറ്റി കുറയ്ക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യുക, റെഗുലറായിട്ട് ഡയറ്റ് നോക്കുക, ഒപ്പം മരുന്ന് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് കാൽമേഗ് അല്ലെങ്കിൽ നെക്സോമിക്ക, ചെലിഡോണിയം, കാർഡസ് എന്നൊക്കെ പറയുന്ന, നാട്രം സൾഫ് എന്നൊക്കെ പറയുന്ന മരുന്നുകളുണ്ട്. ഇത് തുടർച്ചയായിട്ട് 6 മാസമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഫാറ്റി ലിവർ പൂർണ്ണമായിട്ട് ഒഴിവായി പോവുകയും ചെയ്യും.